തീർന്നോ? ഇല്ല സമയം തീർന്നോണ്ടിരിക്കുന്നു. വോൾട്ട് ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇവർ രണ്ടു ഹുക്ക് പിടിപ്പിക്കണം. 37 ഇത് രണ്ടുപേരും അത് വണ്ടിയുടെ അടുക്ക പോയി യൂസ് അടിക്ക്. ബാക്കി അകത്തിരുന്നോണ്ട് യൂസ് അടിക്ക്. ഇവിടെ എന്താ ഇവിടെ സംഭവിക്കണേ? കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തിട്ടോ, കുറച്ചുകൂടെ ബാക്കിലോട്ട്. യൂസ് അടിച്ചാ എന്ത് പറ്റി? ഒന്നും കാണിക്കില്ല. ഒരു ഞാൻ ഒന്ന് നീക്കിട്ടോ. യൂസ് അടിച്ചിട്ട് വണ്ടിയിൽ ഇറങ്ങിയാ. യൂസ് അടിച്ചിട്ട് വണ്ടി നിറയിക്കോ സാറേ. ടേക്ക് ദ ഹുക്ക്. ഈ അടിച്ചോ? ഈ അടിക്ക്. എന്നിട്ട് ആ വോൾട്ടിൽ കൊണ്ട് കണക്ട്. യു നീഡ് ദിസ് റോ. എന്റെ അമ്മച്ചി എന്ത് സാധനമല്ലേ? രണ്ടെണ്ണം കണക്ട് ചെയ്യണോ? രണ്ടെണ്ണം കണക്ട് ചെയ്യണം. ഓഹോ ഇത് മനസ്സിലായില്ലേ? യൂസ് അടിച്ചിട്ട് ഈ അടിച്ചിറങ്ങിയാ മതി. ആ റോപ്പ് യൂസ് ചെയ്യണം. റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഈ അടിച്ച് ഇറങ്ങി വന്നില്ല. ഇല്ല എനിക്ക് കാണിക്കുന്നുണ്ട് ടേക്ക് ദ ഹുക്ക് എന്ന് പറഞ്ഞിട്ട്. വാസവൻ എടുത്ത് ടേക്ക് ദ ഹുക്ക്. യു നീഡ് ദിസ് റോപ്പ്. അപ്പം അണ്ണനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അണ്ണയുടെ സാർ ഐഡി എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 സാർ കേറിയിട്ട് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചത്. ടേക്ക് ദ ഹുക്ക് എന്ന് വെളിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ബ്രോ. യൂസ് ചെയ്തിട്ട് അപ്പൊ ഈ കാണിച്ചാ ഈ കാണിച്ച് ഈ ജെക്കിട്ട് ഇറങ്ങിക്കോ. ഇറങ്ങ് എന്നിട്ട് ബാക്കിൽ വന്നില്ലേ? നേരെ ആദ്യം കൊണ്ട് കൊളുത്തിയാ മതി. അപ്പൊ ആ വണ്ടി ഞാൻ പോലീസ് എത്താറായി കേട്ടോ. അറ്റാച്ച് ദ റോപ്പ് ടു വോൾട്ട്. ഏതാണോ ഈ ആണോ? അത് തന്നെ. അല്ല എനിക്ക് അവിടെ എന്തോ FPS നടക്കുന്നുണ്ട്. കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇനി വണ്ടി എടുത്തു. ഈ വണ്ടി എടുത്തു. ഇതെടുത്തിട്ട് രണ്ടുപേര് ഫുൾ സ്പീഡിൽ ഫ്രണ്ടിലോട്ട്. വലിച്ചോ. റിവേഴ്സ് വലി റിവേഴ്സ് ഇട്. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട്. എടുത്തോ. വലി വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട്. അവിടെ ഫ്രണ്ട് മതില. ഫ്രണ്ട് മതില്. ഇടത്തോട്ട്. മറ്റേ വണ്ടി കയറ്. ഒരു സൈഡിലോട്ട് പോണേ. രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകല്ലേ? ഈ സൈഡിലോട്ട് എങ്ങോട്ട് കൊണ്ടുപോണേ? ഫ്രണ്ട് കൂടെ എടുത്തു. കുഴപ്പമില്ല പോട്ടെ. നമുക്ക് സാൻഡിലോട്ടാ പോട്ടെ. സാൻഡിലോട്ട് എടുത്തോട്ട്. വോൾട്ടോ ചിടിച്ചിട്ട് ശബ്ദം കേൾക്കുന്നില്ല. എനിക്ക് കോളൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഏത് സൈഡ് എടാ ഇവന്മാര് ഡിഫൻഡർ കൊണ്ട് പോലീസിനെ ഇട്ട് കളഞ്ഞോണ്ടിരുന്നാ മതിയെ. റൈറ്റ്. ഓ
പോട്ടെ 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 ഇവിടെ എനിക്ക് ലോഡായിടാ ബ്ലോക്ക് ചെയ്യടാ. ബ്ലോക്ക് വണ്ടി ബ്ലോക്ക്. ബാക്കിയുള്ള എല്ലാരും സ്റ്റാൻഡില്ല. മെയിൻ പോട്ട്. ആ ലൈൻ വെച്ച് രണ്ടുപേരും ഉമ്മ വെച്ച് വെക്കോ. ഓ വാ 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 നിങ്ങളെ വിട്ടു പോ. അയ്യോ ഡിഫൻഡർ ബ്ലോക്ക് മറിച്ച് ലൊക്കേഷൻ കാണിക്കുന്നില്ലേ? രണ്ട് പീടി ലെഫ്റ്റ് സൈഡിൽ കൂടി കയറിയേ. ഇതിനെ ഓർമ്മയ്ക്ക് അവര് കയറിയ പെട്ടെന്ന് ഇടിച്ച് മറിച്ചിട്ടുണ്ട്. ഈ ടോളിന്റെ ഇടയിൽ കൂടെ പോയത് പെട്രോൾ അടിക്കാൻ പറ്റുമോ? ഒരു വണ്ടി കുഴപ്പമില്ല. ആ ആ വണ്ടന്മാരോട് ഫ്രണ്ടിലുള്ള പോലീസിനെ ക്ലിയർ ആയി പറ. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടി കയറാൻ നോക്കുവാണ്. ഇപ്പൊ ഫ്രണ്ട് വരുവേ നമ്മളെ അവന്മാരെ നോക്കിയാ ലെഫ്റ്റ് സൈഡിലായിവേ നമ്മളേറ്റ് ലെഫ്റ്റ് സൈഡിലായിവേ അവര് വന്ന് ഫ്രണ്ട് വന്ന് ഇത് അമ്മമാരൊക്കെ ചായ കുടിക്കാൻ പോയിരിക്കണ്. മനസ്സിലായി എടാ നീയാണ് അങ്ങോട്ട് പോണത്. അയ്യോ എന്നെ വണ്ടി പറഞ്ഞു. മതിലിന്റെ അപ്പുറപ്പുറമായി പോയി വണ്ടി. അയ്യോ ബാക്കിലോട്ട് പാലം കയറണം. പാലം ഇവിടെ നിന്ന് വേറെ നേരെ ലെഫ്റ്റ് ഇടേ. അതാണ് എളുപ്പം. ഇടിക്കുന്ന പാലത്തിന്റെ എല്ലാരും ആ ലെഫ്റ്റ് അത്രേ ഉള്ളു. വീടിനെ കൊണ്ട് വിടല് പറ. ബാക്കിയുള്ള ഡിഫൻഡറൊക്കെ എടാ പീടി ഇങ്ങോട്ട് വിടല്ലേ. നിങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുക. ബാക്കി ഡിഫൻഡറൊക്കെ എന്ത് ചെയ്യേ? സൂപ്പർ Need to drop the hook. ഡെലിവറി സേഫ് ആയല്ലേ? പീഡിയ ക്ലിയർ ആയി പറഞ്ഞാൽ മതി. കണ്ണ് വെട്ടിച്ചിട്ട് കൊടുക്കണല്ലേ പറഞ്ഞേ? കണ്ണ് വെട്ടിക്കണ്ടേ? വെട്ടിക്കാണ്ടല്ലേ ഇപ്പൊ നമ്മളവിടെ നിർത്തിയേക്കണേ? ഇല്ല ഇവിടെ കൊണ്ട് എത്തിച്ചാ മതി. പിടിക്കണ്ട, ബാക്കി മിസ്റക്സ് നോക്കിക്കോളും. കണ്ണ് വെട്ടിക്കാണ്ട് ഇനിയിപ്പോ അവര് ഇവിടെ തന്നെ ഇല്ല ബാക്കി മിസ്റക്സ് നോക്കിക്കോളും. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അങ്ങോട്ടുണ്ടോ ഫിറ്റ് ചെയ്യണ്ട. ഇങ്ങോട്ട് വരാണെങ്കിൽ എത്ര അടിച്ചു അതെ? ഇല്ല നമുക്ക് അവര് പോയി തിരിച്ചോ.
ഹലോ ഈ രണ്ട് വണ്ടി ഓ ഹലോ കേക്കാവോ? കേൾക്കാം. നിങ്ങൾ പറഞ്ഞ സാധനം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മള് പെട്രോൾ അടിച്ചിട്ടാ റെസ്റ്റ് ഓഫ് ദി പിടി നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം പിടിനെ. ഓക്കെ ഫ്രം നെക്സ്റ്റ് ടൈം പിടി ഉണ്ടെങ്കിൽ വി വിൽ സ്റ്റെപ്പ് അവേ ഫ്രം ദാറ്റ്. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ വരുമ്പോ പറഞ്ഞല്ലേ ആസ് വി ഡിസ്കസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് നമ്മൾ വെറും ബിസിനസ് എൻറ്റിറ്റി ആണ്. മനസ്സിലായി. ഞങ്ങളുടെ തോക്കില്ലാത്തോണ്ടാണ്. അടുത്ത വട്ടം വരുമ്പോ ഇതുപോലെ സൈറൺ ഉണ്ടാവൂല, ഞങ്ങൾ മാത്രമേ വരുള്ളൂ. City taxis now in the Yango app. Enjoy Yango. അല്ല നമ്മള് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ വന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്ന വണ്ടികൾ ഇത് ഇത്രയും മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് മനസ്സിലായി സഡൻ ആയിട്ടൊരു പ്ലാൻ അല്ലേ? അല്ല, ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3 വണ്ടികളാണ്. ഈ 3 വണ്ടികളേ ഉള്ള സ്ഥലക്ക് ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് ഈ വണ്ടി തന്നെയാണ് നമുക്ക് ഇത് കിട്ടണേ. അപ്പൊ അടുത്ത ഇനി തൊട്ട് കൺസ്യൂമൻസ് വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തിക്കണം. ലൈക്ക് ഇതുപോലെ എത്തിച്ചാൽ മതി. ഈ വണ്ടി തന്നെ അത് ചെയ്യുന്നത്. അല്ല അപ്പൊ 8 പേരാണോ ചെയ്യേണ്ടത്? 6 എത്ര പേര് വരുമെന്നല്ലോ നിങ്ങൾക്ക് ഐഡിയ? എക്സ്ട്രാ 2 വണ്ടി കൂടെ യൂസ് ചെയ്യാൻ പറ്റും. 7 to 8 ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് തരാന്നുള്ള സാധനം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ ചില്യാട് ലേക്ക്. ചില്യാട് ലേക്ക് ഉണ്ട്. ഐ തിങ്ക് മിസ്റ്റർ AP. സോ പ്ലീസ് ബ്രിങ് ദം ഓവർ ദർ. നമ്മുടെ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ മിസ്റ്റർ വാസു, ദിസ് വാസ് നൈസ് ബിസിനസ്. താങ്ക് യു I hope we can go like this only. Yeah, for sure. Okay. Yeah. Okay. Anyway, nice to meet you. Thank you so much. We'll see you again. Yeah. Nice to meet you too. Let's go. അപ്പൊ ഇനി എന്താ ടാസ്ക്? ഇനി നമുക്ക് ഇവരിപ്പോ നിങ്ങൾ ഇതിപ്പോ കൊണ്ടുവന്നതിന് ഇവരൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ചില്യാടിന്റെ ലേക്കിലോട്ട് ചെല്ലണം. ഒരു വണ്ടി ഫോളോ ചെയ്ത് പോകട്ടെ. ആ വണ്ടി എടുത്ത ഡിഫറെന്റ് എടുത്ത സർക്കിനോട് കയറി പലേറ്റോയിലോട്ട് പോകാം വാസവനെ, ഞാൻ മാർക്ക് ചെയ്യാം. ഓ ഇതില് ഫ്യൂൽ ഇല്ല. ഇല്ല ഇത് പോത്തില്ലടാ. പോയാലല്ല ഇത് പോകുന്നില്ല. ഞാൻ എന്റെ ക്യാനല്ലേ ഇല്ല അവിടെ ക്യാൻ വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടോ വാസവനെ? സർക്ക് കയറിയില്ലേ? ഇതില് പ്രശ്നമുണ്ടല്ലോ. ആ മാർക്ക് തെറ്റാ. ഞാൻ പറയുന്ന പോലെ പോയാൽ മതി. എടാ ഈ വണ്ടി ഫോളോ ഫ്രണ്ടില് റിപ്പയർ സ്റ്റേഷൻ ഉണ്ട്. ഇവർക്കൊക്കെ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. എടാ ഫ്രണ്ടില് റിപ്പയർ സ്റ്റേഷൻ ഉണ്ട്. ആർക്കെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ റിപ്പയർ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഇവിടെ റിപ്പയർ ചെയ്യുന്നെങ്കിൽ റിപ്പയർ ചെയ്യട്ടോ. ആർക്കെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്തോ. ഇവിടെ റെഡ് കളർ കാണിക്കുന്നത് എന്താണ് അപ്പൊ? ഇത് കാഴ്ചയുടെ എന്താ പ്രശ്നം? അത് റെഡി ആയിക്കോളൂ. ആണോ? ഓക്കെ. ഇവിടെ എന്തോ പുതിയ സാധനം വരുന്നുണ്ട്, അപ്പൊ അതിന്റെ പണിപ്പരയില്ല. സൗണ്ട് ഇഷ്യൂ ഉള്ളവരെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്താൽ സെറ്റ് ആവും കേട്ടോ. റീഫ്രഷ് ചെയ്താൽ മതി. സൗണ്ട് ഇഷ്യൂ ഉള്ള എല്ലാം നേരെ പലേറ്റ് മാപ്പ് നോക്കണ്ട. അപ്പുറത്ത് കിട്ടുമോ? എന്തോ ഇവിടെ കിട്ടുന്ന ഗണ്ണൊക്കെ ഇല്ലേ ഗിഫ്റ്റ്? ഇതൊക്കെ അപ്പുറത്ത് കിട്ടുമോ? അപ്പുറത്തേക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഗിഫ്റ്റ് വരുന്നത്. ഇത് നേരെ സൗണ്ട് ഇഷ്യൂ ഉള്ളവർ റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ സ്റ്റാച്ചിൽ വന്നോളൂ സാറൊക്കെ ഓട്ടോമാറ്റിക്കലി. ഓ ഇവിടെ ഉണ്ട്. എല്ലാ പമ്പിലും ഉണ്ടല്ലോ അത്. ഷോപ്പ് അല്ല ഇവിടെ. മേലോട്ട് കയറണേ. മേലോട്ട് കയറി പറഞ്ഞേ. മേലോട്ട്. ഓ ഇത് നമ്മൾ മറ്റേ വെച്ച മറ്റേ ഇതാണല്ലേ ആ റോഡ്. നോ സൗണ്ട്. സൗണ്ട് ഇഷ്യൂ ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പറയോ?
ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. ഞാൻ സൗണ്ട് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ വലിച്ചു കയറി വരേണ്ടി ഇല്ല ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ബെസ്റ്റ് ഡ്രൈവർ ഇൻ ദ സിറ്റി അവാർഡ് അപ്പൊ ഓർമ്മയില്ല, നമ്മള് മോർപ്പി കളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയായിരുന്നു. മറക്കും അതൊക്കെ. എടാ ഷോർട്ട് കട്ട് എടുത്ത് റിവേഴ്സിൽ തന്നെ നമ്മള് ബസ് ഡ്രൈവർ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അത്രേ ഉള്ളു. നമ്മള് പറയുമ്പോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ നല്ലതാണ്. സരക്ക് ശബ്ദം കുറവാ, നീ ഇതിടുവോ? അത് ഏതാണ് ബട്ടൺ? ഏതാണ് എച്ച് അല്ലേ? ഏതാണ് F11 അല്ല 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 എന്തത് F11 ഈ സൗണ്ട് കിട്ടുന്ന ബട്ടൺ ഏതാണ്? ഡിഫോൾട്ട് H ആണ് ഉള്ളത്, പക്ഷെ അത് മാറി കിടക്കിടക്കിടക്ക് F11ലോട്ട് പോകും. നേരെ മറ്റേ ബാധിക്ക് ഉത്തരം തരും. ഇത് പക്ഷെ കൊള്ളാം കേട്ടോ. ചില്ലയാട് ഇപ്പൊ ഒറ്റ വഴി, മറ്റേ മലയും കുന്നും ഒന്നും കേറണ്ട. ഇത് നമ്മള് മറ്റേ സിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. ഉറക്കായ കണ്ട അത് F11 ആണോടാ? അത് ഇപ്പൊ കുറഞ്ഞു നിന്റെ സൗണ്ട്. ഇല്ല ഇപ്പൊ കൊറേ വഴിയില്ല. ഇപ്പൊ ഷൗട്ടിംഗ് ആണ്. എനിക്കേക്കാണ് എന്റെ ശബ്ദം നല്ല രീതിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര കുറവാ. ഇത്ര വളർന്നു വരാത്ത രീതിയിൽ നേരെ പോണ ഒരു അതെ, ഒരു ഒറ്റ ഹൈവേ നേരെ. മലയാ സാറേ. അല്ല എന്നാലും എളുപ്പമായിരുന്നു. മൂന്നാർ പോലെ മറ്റേ സത്യം ഞാനത് ആലോചിക്കാറുണ്ട്. മൂന്നാറൊക്കെ പോകുമ്പോ എന്തിനാണ് ഇവരിങ്ങനെ വളവ് പണിതേക്കുന്നത്? നേരെ പണിതൂടായിരുന്നു. നേരെ കുത്തനെ താഴോട്ട് വരുവാ. ഓ അത് ശരിയല്ലേ, ഒറ്റ കേറ്റായി പോവല്ലേ ഇത്. പറഞ്ഞ പോലെ കുറച്ചായാലും സത്യം അരമണിക്കൂറായിട്ടോ ഞാൻ വളവ് തിരിയാണ്. ആളെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പോലും ഇത്ര വളർത്തിട്ടില്ല. സത്യം. എന്നാലും എന്തിനായിരിക്കും ഇങ്ങനെ നേരെ പണിയാതെ ഇത് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത്? ഗൈസ് ആർക്കെങ്കിലും അറിയാവോ? ഇത് മാത്രം പ്രശ്നമാണോ? ഇത് നമ്മള് ലൂപ്പിലാണ് കേട്ടാ. നമ്മള് വീണ്ടും ഇവിടെ തന്നെ വന്നോണ്ടിരിക്കണേ. നിങ്ങളെ മറ്റേ ലൂപ്പ് കൊണ്ടുപോയിട്ടാണ് ഇത് കുറച്ചു ഞാൻ എന്താ ഇവിടെ രണ്ടോട്ട് വന്നു. ഓൾമോസ്റ്റ് എത്തി നമ്മള്. ആ ഇവരെങ്ങനെ ഓവർടേക്ക് വെയിറ്റ് ചെയ്യണ്ട. ഒരു തട്ട് കൊടുത്തോ, ഇടിച്ച് തെറിപ്പിച്ച് ഇതൊക്കെ ആരാ? അതാണ് സോറി സോറി എന്തുവാണ് ഇത്? മിസ്റ്റർ എക്സ് താരം കൊണ്ട് വരുന്നതേ ഉള്ളവര്. നമ്മളതിന് മേളിലെത്തി. അവിടെ കോളം ഉണ്ടോ കേട്ടാ? പള്ളിക്കൊണ്ട് എവിടെയാടാ പോണേ? പൊക്കോളെ. അല്ല സംഭവം മനസ്സിലായില്ലേ? അവര് മുടക്കാവുന്ന ടീമാണ് ബ്ലോക്ക് ചെയ്തത്. പെട്ടെന്ന് മഞ്ഞായ അത് ചില്ലിയാടെത്തുമ്പോ മഞ്ഞാവും. ആണോ? ഓ ചില്ലയാടില് ചില്ലായിട്ടിരിക്കാനാണോ? കപ്പിൾസിനൊക്കെ ചില്ലിയാടിന്റെ പല കാര്യങ്ങളും ഉപകാരങ്ങളുണ്ടെന്നാ കേട്ടോ. അതുകൊണ്ട് പിന്നെ മഞ്ഞാകട്ടെന്ന് വെച്ചു. അത് കൊള്ളാം കേട്ടോ. സെറ്റപ്പ് കൊള്ളാം. അത് കൊള്ളാം. അത് ആ ഇവിടെ മഞ്ഞില്ലാത്തോണ്ട്. ഇപ്പൊ മഞ്ഞ് പോയി. ആ മഞ്ഞ് പോയി. അവിടെ അത്രയും ഭാഗത്താട്ടോ മഞ്ഞ് പെയ്ത്. ആണല്ലേ? അപ്പുറത്തെ സൈഡ് കറക്റ്റ് ആയിട്ടുണ്ടോ? ഇപ്പുറത്ത് നമ്മള് അപ്പന് ഇത് ഓർക്കാത്തോണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ ഒരു 20 മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ റോഡിൽ തന്നെയാ. ഏകദേശം 20 മിനിറ്റ് ആയി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അറിയാത്തോണ്ടാ. അല്ലണ്ണ ചില്ലാടി സാധാരണ പറഞ്ഞ ഇത്ര ദൂരം ഇല്ല. ചില്ലാടി ഞങ്ങൾ പെട്ടെന്ന് സാറിന് പോറുള്ളത്. കാരണം മേളിൽ പോയിട്ട് താഴോട്ടിറങ്ങുന്ന പറഞ്ഞ ഉരുണ്ട വരുന്നത്. പിന്നെ ഇത് അരമണിക്കൂറാണ് ഒരേ വഴി തന്നെ. കടലിന്റെ അവിടെ പോയി സംസാരിക്കുന്നത്. ലേക്ക് ഇവിടെയാണല്ലേ? ചില്ലയുടെ ലേക്ക്. സത്യം ഇവിടെ തന്നെ. ഇനി രാത്രിയിൽ ഇവിടെ തന്നെ. ഇവിടെ ഇനി കാണണ ടിവിയിലെ കുറെ റൊമാൻറ്റിക് ഹീറോകളുണ്ടല്ലോ.
റൊമാൻറ്റിക് വെള്ളത്തിൽ മുതലുണ്ട് കേട്ടോ. സരക്കൊക്കെ ഇനി ഇവിടെ തന്നെ. തണുപ്പ് പിടിക്കാൻ വരാൻ അണ്ണാ പുതിനെ വിളിച്ചല്ലേ എന്തിനാ പുതിന വേണ്ട മല്ലിയിലേ വേണ്ട ഉണ്ടായിരിക്കും. പുതിന മല്ലിയലയാ അതാര്? പുതിനെ അറിഞ്ഞു. ഓ അറിയാം പുതിന അറിയാം. ഇല്ല ഇനി രായ ഞാൻ ഒരു കാര്യം പഠിച്ചതെന്ന് പറഞ്ഞ ആരെയും നോക്കരുത്. അണ്ണൻ പോയാ മുതല പിടിച്ച് പോയി മുതലേ മുതലുണ്ട് വെള്ളത്തിൽ മുതലുണ്ട്. ചാടരുത്, അറിയാതെ പോലെ ചാടരുത്. ഫോണാ ചാടരുത്. അങ്ങനെ പല പ്രലോഭനങ്ങളും വരും. ചാടരുത്. മുതലുണ്ട് ചാടി ഇല്ല സരക്കെ നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തൊരു കാര്യമാണ്. ഇനി അന്യഭാഷ ഒരുത്തി നമ്മുടെ കൂട്ടത്തിലോട്ട് വരരുത്. ഇതേ മുതലുള്ള ഒരു കൊള്ളാക്കുള്ള ഗ്യാങ്സിലുണ്ട്. മലയാള വാക്കുകളുടെ അർത്ഥം അറിയാതെ എന്തേലൊക്കെ പറയുന്നത് നമ്മള് കേട്ടോണ്ടിരിക്കണം. തിരിച്ചൊന്നും പറയാനും പറ്റൂല. സത്യം വാസുവിന് കിട്ടിയല്ലേ പറയാൻ പോലെ ഒരു പോലീസ് കേസ് പറയാം. അതുകൊണ്ടാ പറഞ്ഞത് ഇനി നമുക്ക് ഒരു അന്യഭാഷ വേണ്ട. അതെ ആരും വേണ്ടേ? വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ. നമ്മളിവിടെ വേറെ എന്തൊക്കെയാ പറയുന്നല്ലേ? ഇന്നലെ പറഞ്ഞ സ്പെഷ്യൽ സ്ഥലത്തെ പോണ്ടേ? അത് ഇന്നിപ്പോ വേണോ? അതിപ്പോ ഇനി അടുത്ത ദിവസത്തേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ആണോ? അങ്ങനെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. അണ്ണന്റെ അടുത്ത് ചോദിക്കാം. അണ്ണ എന്തിനാണ്? എന്താടാ അസമാറേ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലം ഉണ്ട്. എന്ത് സ്പെഷ്യൽ സ്ഥലം? ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഇത്. ഇവിടത്തെ ഒരു സ്പെഷ്യൽ സ്ഥലമാണത്. എന്റെ അറിവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് പോണോ നാളെ പോണോ? നാളെ പോ. ഇന്ന് ഇത് തീർക്കണ്ടേ? നമുക്ക് ഇതെല്ലാം തീർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാങ് ഹൗസ് ഉണ്ട്, കുറെ പരിപാടി ഉണ്ടല്ലോ. നമുക്ക് അപ്പുറത്ത് പോവാം. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല. ഇതൊരു ജസ്റ്റ് നമുക്കൊരു ഡീലായിട്ട് തന്നെ ഫീൽ ചെയ്ത്. എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഓക്കെ നടക്കാം, നടന്ന് സംസാരിക്കാം. ഓ ഉറപ്പായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ സിറ്റിയിൽ വന്നിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചു. Companies of all അങ്ങനെ ഒരു ഫിക്സഡ് സ്പോട്ട് ഉണ്ടാവില്ലല്ലേ? ഇല്ല ലീഗലിയുള്ള ആക്ഷൻസിന് മാത്രമായിരിക്കും ഓക്കെ നമ്മള് ഓഫീസിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും. ഓക്കെ മനസ്സിലായി. സോ ജെപി അതൊന്ന് മീറ്റ് സ്വീകരിച്ചു പറ്റേ നമ്മുടെ ജെപി എന്ന് വെച്ചാൽ ഞാൻ ഫുൾ നെയിം എന്താണ്? ജെയിംസ് പാട്ട്. ഓക്കെ. നേരത്തെ അണ്ണ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതാണ് നമ്മുടെ മെയിൻ കോ ലീഡർ ആണ്. സരക്കാണ് നമ്മുടെ IGL ആണ്. മുമ്പേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് മിസ്സായി പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇത് പ്രൈവറ്റ് ജെറ്റിലാണ് ആളെത്തിയത്. നമ്മളിപ്പോ ഒരു ജെറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ എന്റെ പേര് സാൻഡർ കേജ്. ഓക്കെ. ദിസ് ഈസ് ജെയിംസ് പാട്രിക് JP. ഓക്കെ. സോ സരക്ക് ടാസ്കിലുണ്ടായിരുന്നില്ലേ? ഓക്കെ. സോ JP എന്തെങ്കിലും റിസീവ് ചെയ്യാണ്ട് വരുന്നു ടാസ്ക് കഴിഞ്ഞിട്ട്? കറന്റ് റിസീവ് ഒന്നുമില്ല. ഇവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവാർഡ്സ് ഇവരുടെ വരുമ്പോഴത്തേക്ക് അവരുടെ ലോക്കറിലുണ്ട്. യെസ്, നിങ്ങളുടെ ഗ്യാങ് ഹൗസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലോക്കറിലേക്ക് നമ്മുടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇതൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മളായിട്ട് ഇപ്പോൾ ചെയ്തൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മൾ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ വേറെ എന്തെങ്കിലും JP എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഞാനൊരു ഡൗട്ട്. ഈ നിങ്ങള് ഇതില് ഈ ഗേൾസിനെയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ്? അവരൊക്കെ സ്കിൽഡ് ആണോ? ഒരു അത്യാവശ്യം സ്കിൽഡ് ആണ്. നമ്മള് ഓവർ നമ്മള് വയലൻസ് ഒരു ഡിഫെൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു നമുക്ക് അത്യാവശ്യം ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് വയലൻസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ മീൻസ് നമ്മളെല്ലാവരും ഓൾ അറൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഗാർഡായിട്ട് നിൽക്കുന്നത്. പുറത്തുനിന്ന് ആരുടെയും വേറൊരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നാട്ട് ഇവിടെ കേരളത്തിലുള്ളവര് ഇവിടുത്തെ സിറ്റിയിലെ തന്നെ ആൾക്കാരാണോ അതോ പുറം നാട്ടുകാരാണോ? കുറച്ച് പുറത്തുനിന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം നമുക്ക് ഗ്യാങ് ആക്സസും അപ്പൊ ഇപ്പൊ ഇന്ന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യോ? JP റെഡി അല്ലേ?
എനിക്ക് തോന്നുന്നത് റെഡി ആയിട്ടില്ല എന്നാണ്. നമ്മൾ എന്തായാലും അത് കറക്റ്റായിട്ട് അറിയിക്കുക. ഗ്യാങ് വെഹിക്കിൾ നിങ്ങളുടെ പാച്ച് വർക്കിനും സ്റ്റിക്കർ വർക്കിനും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും മാക്സിമം ഒരുമിച്ച് ഒന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഡിലേ വരും, അതിനൊരു ഡിലേ വരും. എല്ലാവരും മാറി മാറി ഒരുമിച്ച് വന്നു നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇവരുടെ ഇതെല്ലാം നിങ്ങളുടെ ഗ്യാങ് അസറ്റ്സ് ഫുള്ള് നാളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമുക്കൊരു ഫീ ഉണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഒരു 50 CR ബ്ലാക്ക് മണി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ അസറ്റ്സ് കാർഡായിട്ട് നമുക്ക് ഗ്രൈൻഡിങ്ങിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ എങ്ങനെ ഗൺ ക്രാഫ്റ്റിംഗിന്റെ ടേബിളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഗൺസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ. ഓക്കെ ഫൈൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡീൽ ഉണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും വിളിക്കണം. എത്ര റിസ്ക് ഉള്ള ഡീൽസും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും റെഡിയാണ്. മീ ആൻഡ് മൈ ബോയ്സ് ഓൾവേസ് വിൽ ബി ഹിയർ. അതിലാണ് നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇല്ലീഗൽ നമ്മൾ കൺസൈൻമെന്റിനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പുറമെ ഞങ്ങളുടെ പല ആക്ടിവിറ്റീസ് അതർ ദാൻ ഇല്ലീഗൽ, ലൈക്ക് സെയിം ഇല്ലീഗൽ തന്നെ, അതർ ദാൻ ദ സിറ്റി ആക്ടിവിറ്റി, നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു കൺസൈൻമെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റഡ് പ്രോഗ്രാംസ് നമ്മൾ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, നമ്മളിപ്പോൾ അതായത് എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. നമ്മൾ എല്ലാവരെയും അതുപോലെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങൾ ആ ടാസ്ക് തരും. സോ ആ ടാസ്കിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന മറ്റേത് ടാസ്കിനും ഹൈയറായി. ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുന്ന രീതിയിൽ മാത്രമേ ചെയ്യൂ. ഓക്കെ, സോ അതിന് നിങ്ങൾ എപ്പോഴും നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളത് റാൻഡം ആയിട്ട് ആരെങ്കിലും അവസരം പോലെ നമ്മൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കും. സോ ട്രസ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് വൺസ് അത് കൺസ്യൂമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് ഞങ്ങളുടെ നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ ബി ഹാവിംഗ് എ ചാൻസ് ഫോർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പം അങ്ങനത്തെ എന്ത് ടാസ്ക് ആണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സോ നിങ്ങൾക്ക് ഓൾവേസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കൺസൈൻമെന്റ് ഏൽപ്പിക്കാം. അത് തീർച്ചയായും വേറെ ആര് ചെയ്യുന്നതിനേക്കാളും നമുക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതുപോലെ ഇവരുടെ വാറിന്റെ കേസ് സംസാരിക്കാം. ട്രിബ്യൂട്ട് ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് സെറ്റ് ചെയ്യാം. സോ മിസ്റ്റർ വാസു, നമുക്ക് നമ്മളിപ്പോ പാട്ടുപാട്ടായിട്ടാണ് നടത്തുന്നത്. ആദ്യം ഓരോ സിറ്റിംഗ് വെച്ചിട്ടാണ് ഇത്. ഇപ്പൊ ഈ സിറ്റിംഗിൽ വന്നിരിക്കുന്ന കുറച്ച് ഗ്യാങ്സ് ഉണ്ട്. ഓൾറെഡി മീറ്റ് ചെയ്ത കുറച്ച് ഗ്യാങ്സ്, അത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു ട്രിബ്യൂട്ട് വാർ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ മീൻസ് ട്രിബ്യൂട്ട് വാർ മീൻസ് ലൈക്ക് ഇതൊരു നമ്മളൊരു ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഇപ്പൊ പറഞ്ഞില്ലേ ഒരു എന്റർടൈൻമെന്റ് പോലെ സെറ്റ് ചെയ്യണതാണ്. ട്രിബ്യൂട്ട് വാറിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് എ ഫ്രീ കൺസൈൻമെന്റ് ഫ്രം ലൈക്ക് അത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മൾ ടോക്കൺ അഡ്വാൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഫ്രീ കൺസൈൻമെന്റ്. ഓക്കെ, ട്രിബ്യൂട്ട് വാർ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ ഇപ്പൊ പുതുതായിട്ട് വന്ന ഗ്യാങ്സ് തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണോ? അതെ. അറ്റ് എ ടൈം രണ്ട് ഗ്യാങ്സ് ആണോ അതോ ഇപ്പൊ വന്ന 5 ഗ്യാങ്സ്? 5-4 ഗ്യാങ്സ് ആയിരിക്കും. ട്രിബ്യൂട്ട് വാർ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി കണ്ടക്ട് ചെയ്യുന്നത്. വീക്ക്ലി ഉണ്ടായിരിക്കും ട്രിബ്യൂട്ട് പറയുന്നത്. ഒരു വാറിൽ 5 ഗ്യാങ്സ് ആയിരിക്കും. 10 മെമ്പേഴ്സ് ഈച്ച് ആയിട്ടുള്ള 5 ഗ്യാങ്സ് ആയിരിക്കും. അതില് 10 മെമ്പേഴ്സ്. യെസ്, 10 മെമ്പേഴ്സ് ഉള്ള 5 ഗ്യാങ്സ്, ടോട്ടൽ 5 ഗ്യാങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ വിൻ ചെയ്യുന്ന ടീമിന് നമ്മുടെ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റിൽ കൺസൈൻമെന്റ്. അതായത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം മന്ത്ലി ആണേ. ഒരു മാസത്തിൽ ഒരു ഇതായിരിക്കും ഉണ്ടായിരിക്കുക. മന്ത്ലി അല്ലേ? ഒരു ട്രിബ്യൂട്ട് വാർസോൺ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടായിരിക്കുക. അതിന്റെ അതിൽ വിൻ ചെയ്യുന്ന കൺസൈൻമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യം കൺസൈൻമെന്റ്. ഇതിപ്പം ഓപ്പൺ വാർ ആയിരിക്കും. അതെ, ഒരു ഐലൻഡ് ആയിരിക്കും. ആ ഐലൻഡിൽ ഓപ്പൺ വാർ ആയിരിക്കും. അവിടെ ആ ഐലൻഡ് യൂസ് ചെയ്യേണ്ട വെഹിക്കിൾ എല്ലാം അവിടെ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം അസറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതില് എയർ ഡ്രോപ്സ് ഉണ്ടായിരിക്കും. എയർ ഡ്രോപ്സിൽ പല അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂർണമെന്റ് പോലെ മനസ്സിലായ മാസത്തിൽ ഒരിക്കൽ എല്ലാ ദിവസവും. അതുകൂടാതെ നിങ്ങൾക്ക് കൺസൈൻമെന്റ് വരും.
കൺസൈൻമെന്റ് ഇതേപോലെ പെയ്ഡ് കൺസൈൻമെന്റ് മീൻസ് ലൈക്ക് നിങ്ങൾ നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള കൺസൈൻമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് ആണ്. വൺസിനെ മന്ത് ഒരു പ്രാവശ്യം ഒരു ഗ്യാങ്ങിന് 1 ടൈം ആണ് 1 ഫണ്ട്സിന് മന്ത്. നിങ്ങൾ ആ സ്ലോട്ട് ബുക്ക് അനുസരിച്ചിട്ട് നമ്മളത് കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്യും. അത് യൂഷ്വലി നിങ്ങൾ പെയ്ഡ് ആയിരിക്കും. ഐ തിങ്ക് പെർ ഗൺ ഐ തിങ്ക് 20 ആണ് നമ്മൾ 20 ലാക്ക് ബ്ലാക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് 25 ആണ് നിങ്ങളുടെ സെല്ലിംഗ് കോസ്റ്റ്. നിങ്ങൾക്ക് അത് അതിനുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാം, യൂസ് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യോ സെല് ചെയ്യാൻ നമ്മുടെ ചോയ്സ് ആണ്. സിറ്റിസൺസിന് വിൽക്കാൻ പറ്റുമോ നമുക്ക് അല്ലേ? യാ ഷുവർ, കറന്റ്ലി നിങ്ങൾക്ക് വിൽക്കാം. സോ ഇതെല്ലാം ബേസിക്കലി നമ്മൾ ഗൺ ഷോപ്പ് നമ്മൾ ഓപ്ഷൻ ആവുന്നിടം വരെ നിങ്ങൾക്ക് കറന്റ് സിറ്റിസൺസിന് ഗൺസ് ആർക്കാണെങ്കിൽ കൺസ് ചെയ്യും. വൺസ് ഗൺ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഗൺ കൺസൈൻമെന്റ് എന്നുള്ളത് ഗൺ ഷോപ്പ് ഓണേഴ്സിന് മാത്രമായി. ബാക്കിയുള്ള ഗ്യാങ്സിന് പിന്നെ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് കൺസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. ഗൺ ഷോപ്പ് വരുന്നിടം വരെ മന്ത്ലി 1 കൺസൈൻമെന്റ് ഒരു ഗ്യാങ്ങിനുണ്ടായിരിക്കും. അതാണ് പറഞ്ഞത് ഈ ട്രിബ്യൂട്ട് വാറിൽ ജയിക്കുന്ന വീക്കിലി 4 ഒരു മാസത്തിൽ 4 ട്രിബ്യൂട്ട് വാർ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ജയിക്കുന്ന ടീമിന് നമ്മൾ ആ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഈ മാസത്തിനകത്ത് അതായത് 60 ഗൺസിന്റെ കൺസൈൻമെന്റ് ആയിരിക്കും. 60 ഗൺസ് ഫ്രീ അല്ലേ ഈ പ്രോസസ്. മനസ്സിലായി. ബേസിക്കലി ഇതെല്ലാം നമ്മൾ ഇല്ലീഗൽ ഓപ്ഷനുള്ള ഒരു ഗ്രൈൻഡിങ്, അതായത് നിങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത്. ഓപ്ഷൻ നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അറിയാലോ. മനസ്സിലായി. ഓക്കെ, ഇല്ലീഗൽ ഓപ്ഷൻ വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. ഒരു മാസത്തിനകത്ത് ഉണ്ടാവല്ലേ? യെസ്, വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. നമ്മൾ ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്തതായിരുന്നു. ആൻഡ് നമുക്ക് പുതിയതായിട്ട് കുറെ ഗ്യാങ്സ് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് മന്ത് എൻഡ് എന്തായാലും ഉണ്ട്. മനസ്സിലായി. നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി എൻഡ്. അതിന്റെ ഗൺ ഷോപ്പ് മാത്രമായിരിക്കില്ല ഓപ്ഷൻ, വേറെ കുറെ ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ടായി. ലൈക്ക് റോബറി ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അല്ലെങ്കിൽ ഇല്ലീഗൽ കീലിംഗ് ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അങ്ങനെ കുറെ ഷോപ്സ് ഉണ്ടായി. ആൻഡ് ഗൺ ഷോപ്പ് ഒരെണ്ണമായിരിക്കില്ല, മേ ബി 2, 3, 4 ഉണ്ടായിരിക്കും. മനസ്സിലായി. പെർ ഗ്യാങ്ങിന് ഒരു ബിസിനസ് അവൈലബിൾ. ഒരു ബിസിനസ് കറന്റ്ലി ഒരു ബിസിനസ് ഉണ്ടാണ്. മേ ബി ബിസിനസിന്റെ എണ്ണം കൂടുതലാണ്. JP, I think they have their own plans, so we can conclude for today. Yeah, sure. So Mr. Vasu and one of your co-leader, please come with me. Ryan, Lucy. Yes. So നിങ്ങൾക്ക് കേൾക്കാണ്ടോ? കേൾക്കാം. ഇത് നമ്മുടെ മിസ്റ്റക്സിന് ട്രക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് 6 CR ഉള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റോറേജ് വൈറ്റ് മണി. ഈ ട്രക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നോ ബൂം ബോക്സ് ബിലോങ്ങിങ് ടു 1 2 3 4 5 6 7 8 10 ഗണ്ണ്, ഹൈ കാർവ്, കാർബൺ റൈഫിൽ, ബ്ലൂ പ്രിന്റ്, മെറ്റൽ റോഡ്, അലുമിനിയം. രായ ഇതൊന്ന് കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുഴപ്പമില്ല, നാളെ നിങ്ങളുടെ ഗ്യാസിലോട്ട് എത്തിച്ചേക്കാം. അപ്പോൾ ഇതും അതിന്റെ ബുള്ളറ്റ്സ് നാളെ ഗ്യാങ്സിലേക്ക് എത്തിച്ചേക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് ചെയ്യാം. ഈ വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള വണ്ടിയാണ് നമുക്ക്. ക്രാഫ്റ്റിംഗിനൊക്കെ ഏറ്റവും യൂസ്. മോസ്റ്റ്ലി മിസ്റ്റർ എക്സാറിലുള്ള എല്ലാ ഡീലിംഗിലും ഈ ട്രക്ക് നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോ അപ്പം നമുക്ക് ട്രക്ക് ഒരെണ്ണം വാങ്ങിക്കണം നമുക്ക്. നമുക്ക് 6 CR കോസ്റ്റേ ഉള്ളൂ. ഞങ്ങളിപ്പോ അപ്പോൾ മിസ്റ്റക്സിനെ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് യെല്ലോ പേജ്. ഓക്കെ, യെല്ലോ പേജ് വഴി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വൺസ് നാളെ ഗ്യാങ് ഹൗസ് ഒക്കെ എത്തി സെറ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. വി വിൽ സെൻഡ് സമൺ വിത്ത് ദ ട്രക്ക്. ഫോർ ഷുവർ. ഓക്കെ. എല്ലാം റിസീവ് ആയില്ലേ? യെസ്, അവർക്ക് നാളെ ഗ്യാങ് ഹൗസ് നമുക്ക് ഡെലിവറി ചെയ്യാം. ബിക്കോസ് അതൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ഹാപ്പി നിങ്ങളുടെ ഒരു ബിസിനസ് ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് നല്ല നല്ല
കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. സോ ഞങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വെൽക്കമിങ് എസ്. അപ്പം ഇനിയുള്ള പരിപാടികളിൽ കാണാം. ഓക്കെ, ഉറപ്പായിട്ടും കാണാം. ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാവും, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്യാങ് ഹൗസിന്റെ ഹൗസ് വാമിങ്ങിന് ഒരു ഇൻവിറ്റേഷൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ വിളിക്കും. ഉറപ്പായിട്ടും. സാധാരണ നമ്മൾ ഇവിടെ പുതുതായിട്ട് വരുന്ന എല്ലാ ഗ്യാങ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരാറുണ്ട്. നമ്മൾ ഉറപ്പായിട്ട് തരും. നമുക്ക് ചെറുതായിട്ട് തരാൻ താല്പര്യമില്ല, കുറച്ച് വലുതായിട്ട് തരാനേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻവിറ്റേഷൻ വിളിക്കുന്നതിന്റെ അന്ന് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ see you soon. ശരി. Keep in touch. GP food and water.